How nice. Beautiful selection. സാറിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജമ്മി ഒന്ന് മാത്രമേ ചോദിച്ചോളൂ, സാറ് നായരാണോ എന്ന്. സാറേ, അയൽവക്ക സ്നേഹങ്ങളൊന്നും വേണ്ട, വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാ. വെരി ഗുഡ്. ഓക്കെ, വരട്ടെ. വരണ്ട. പുതിയ പൊറുതിയായിരിക്കും. യെസ്, യു ആർ മിസ്റ്റർ. ബുദ്ധിമുട്ടുണ്ടോ? മലയാളം പറഞ്ഞാൽ നീ മനസ്സിലാവും. ഒരു പശുവിനെയും കുഞ്ഞിനെയും കണ്ടപ്പോ ഞാൻ നോക്കി നിന്നുപോയി. ഒരു മാതൃഹൃദയത്തിന്റെ വെമ്പൽ ഞാൻ അവിടെ കണ്ടു. എനിക്ക് കവിത വന്നുപോയി. ഇത് കുഴപ്പ കേസാണല്ലോ. ഇവിടെ പാല് കിട്ടാൻ മാർഗമുണ്ടോ? അതൊക്കെ ശരിയാക്കാം. ഒറ്റയ്ക്കാണോ? യെസ്, ഏകാന്തതയാണ് എനിക്കിഷ്ടം. ഐ ലവ് ലോൺലിനെസ്. ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ ഓക്കെ, ഐ ലൈക്ക് ടു ബി അലോൺ. അമ്മേ, രാജേട്ടനൊപ്പം പൊക്കം വരും, അത്രയും മണ്ണില്ല. അജയം കൂട്ടുപിടിച്ചിരിക്കുക. വെള്ളം ചൂടാക്കിയോ? മേലെ വീഴാൻ സമയമായി. ഹൊറിബിൾ. അനിയന്റെ ഡയലോഗ്സ് എന്നെ ദുഃഖിതനാക്കുന്നു. ഒരു ദുരുദ്ദേശത്തോടും കൂടി അല്ല ഞാൻ ഈ സ്ഥലത്ത് വന്നത്. പശുവിനെ നോക്കി നിന്നപ്പോഴേ വകുപ്പ് എനിക്ക് മനസ്സിലായി. എനിക്കറിഞ്ഞൂടെ ഈ പ്രായത്തിന്റെ വിരുവിരിപ്പൊക്കെ. പശുവിനെ നോക്കും, കുട്ടിയെ നോക്കും. വാട്ട്സ് യുവർ നെയിം? അജയൻ. എന്നോട് പറഞ്ഞത് പോട്ടെ, എന്റെ ചേട്ടനൊരുത്തനുണ്ട്. അങ്ങേരെ അടുത്ത് ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത്, വകുപ്പ് മാറും. ഞങ്ങളുടെ രണ്ടിന്റെ മുറപ്പെണ്ണാണേലും പുള്ളിക്കാരനാ ലൈനില്. ചൂട് ബാച്ചാണ്. ചെത്ത് കേസാണല്ലേ? എന്നത്തെ കണക്കൊന്നും പഠിപ്പിക്കുന്നു. അരയിഞ്ച് കനത്തിൽ 4 വലകയും 1 ഇഞ്ച് കനത്തിൽ 3 വലകയും. ഇത് കഴിയുമ്പോ തടി അന്തരീക്ഷത്തിലോട്ടങ്ങ് ലയിക്കൂ. ചുമ്മാ അതല്ല അമ്മ പറയണം. നിന്റെയൊക്കെ തോന്നിയാസന് വിട്ടട്ടോ. ഇടോ, കുറച്ചൊക്കെ ആത്മാർത്ഥത വേണോ. ആശാൻ ഇവിടെ ഇല്ല. ആശാന്റെ തടി അതുപോലും എടുത്തു തരാം. ഇവന്റെ ഒക്കെ അമ്മാവൻ പറഞ്ഞാ ശരി. ഇവിടെ ഒരെണ്ണത്തിനും ആത്മാർത്ഥതയില്ല. അമ്മാവൻ ഈ കണക്കൊന്ന് നോക്കണം. നീ ആരാ? ഹരിചന്ദ്രന്റെ ചിറ്റപ്പനാണോ? എടാ, നീ പറയുന്നത് അനുസരിച്ചാ മതി. എടാ, ഇത് കോടതി ഒന്നുമല്ല. സത്യം സത്യമായിട്ട് കാര്യങ്ങൾ നീങ്ങാൻ. എടാ, കച്ചവടത്തിന്റെ അർത്ഥം അറിയാമോ നിനക്ക്? കച്ച കപടം. കപടം ചെയ്യാൻ കച്ച കെട്ടുക. ഇങ്ങനെയൊക്കെയാ ഇവിടെ ലാഭം ഉണ്ടാക്കുന്നെന്ന് വെച്ചോ. നീ എന്ന് പറ. ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടാണോ? പിടിച്ചല്ലോ. ബുദ്ധിമുട്ടില്ലല്ലോ. എന്തായി? ജ്ഞാനപീഠം വാങ്ങാനാണ് ശ്രമം. എന്ത് മണിമണിയായിട്ടാണ് അയാളുടെ വായിന്ന് കവിതകൾ വരുന്നത്. എന്തോ പീഠം? ജ്ഞാനപീഠം. ഈ കവികൾക്കൊക്കെ കൊടുക്കുന്നത് പ്രോഫഷണമായി, അല്ലാതെ പീഠവും ബെഞ്ചൊന്നും അല്ല. ഇനി നമ്മുടെ പശുവിന്റെ പാല് കുടിക്കാത്തോണ്ടാണ് മൂപ്പർക്ക് ജ്ഞാനപീഠം കിട്ടാത്തതെന്ന് വേണ്ട, കൊടുക്കാന്ന് പറഞ്ഞേക്ക്. കൂടുതൽ സംസാരിക്കണ്ട, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ചൂട്. ഇതാ മോളെ, ഇച്ചിരി വെള്ളം എടുത്തേ.
2 ദിവസം കഷ്ടിച്ച് കഴിഞ്ഞില്ല, ആ ജോലിയും വിട്ടു. ആര്? നിന്റെ ചേട്ടൻ. ആര്? രാജേന്ദ്രനോ? ജീവിക്കാൻ പഠിക്കണം. എവനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അല്ല ജോലി കിട്ടിയതിന്റെ പേരിലെങ്കിലും ഒന്ന് ചിരിച്ചോണ്ടിരി. അമ്മാവും വലിയ ശമ്പളമൊന്നും തരൂലായിരിക്കും. ഒരു ചായ. മധുരം കൂട്ടി സ്ട്രോങ് ആയിട്ട് നിർത്തോ. ശമ്പളമൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ. ഏതുണ്ട്, ഞാൻ എത്ര പൊങ്കാലം നിറഞ്ഞിട്ടെന്ന് അറിയാ ജോലി കിട്ടിയത്. ഇവിടെ ഇപ്പൊ ആളില്ലാത്തൊന്നും കാര്യമാക്കണ്ട. കണ്ണാടിപ്പെട്ടി നിറയുമ്പോ ഒക്കെ താനേ ഇങ്ങ് പോരും. പറ്റില്ല കൊള്ളാം. ഉഗ്രം ഫോമിലാണല്ലോ. ശമ്പളം അഡ്വാൻസ് വല്ലതും കിട്ടിയോ? ഞാൻ കണക്കപ്പുള്ള ഉദ്യോഗം കളഞ്ഞു. വാ വാ വാ, ചൂടായിട്ട് ഒരു ഗോൾഡ് സ്പോട്ട് എടുക്കട്ടെ. ഒന്നും വേണ്ട. സിഗരറ്റ് ഏതാ? ഒരു പനാമ. ഇനിയിപ്പോ വീൽസ് ഒക്കെ വലിച്ചാ മതിയെന്നേ, അതാ അതിന്റെ ഒരു സ്റ്റൈല്. പനാമ മതി. മതി മതി മതി. വല്ല സാധാ ബീഡിയും കൊടുത്താ മതി. എന്റെ നീലാണ്ട് ആ ജോലിയും പോയി. പനാമ തന്നെ വലിച്ചാ മതി. എവിടെ ഗുണപ്പെടാനാ? ഒരു ആദർശ ധീരൻ. അങ്ങനെ ഇപ്പൊ ഞാൻ വലിക്കണ്ട കേട്ടോ. ഒന്ന് പതുക്കെ തിന്നടാ. വിട്ട് വിട് അമ്മേ, ചോറ്. അവന് പിന്നെ കൊടുക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ടാവും. അല്ലേ കേട്ടോ. നിനക്കിവിടെ ചോറില്ല. അമ്മ ഒരു ദിവസം മീൻ കൂടാ. ഇത് കൊള്ളാം. ചുമ്മാ കളി പറയാതമ്മേ, വയറ് വെന്തുരുന്നു. ജോലിയും കളഞ്ഞിട്ട് നടക്കുന്നു തടിമാടൻ. അമ്മേ, അമ്മാവന്മാരുടെ കാരുണ്യം കൊണ്ട് കിട്ടുന്ന 4ാമത്തെ പണിയാ കളഞ്ഞേച്ച് വന്നിരിക്കുന്നു. അത് സത്യസന്ധ. ഒന്നും പറയണ്ട, ചോറില്ല. എനിക്ക് പോടാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതൊന്നും പറയില്ലായിരുന്നു. വാ വന്നൂണ് കഴിക്കേ. പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേച്ചു നടക്കും കസവു തട്ടക്കാരി കസവു ഇനിയെങ്കിലും നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തിരുവനന്തപുരത്ത് ചെന്ന് വല്യച്ഛനെ ഒന്ന് കാണ്.
അമ്മാവന്മാരുടെ സ്വഭാവമൊന്നും വല്യച്ഛനില്ല. വരട്ടെ, കാണാം. ചെന്ന് കണ്ട എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഇടയ്ക്കിടെ ബന്ധങ്ങൾ പുതുക്കാതിരുന്ന ഉള്ളത്രയും സ്വന്തക്കാര് പോരെ. നീ വിഷമിക്കാൻ പറയുന്നതല്ല. അമ്മാവന്മാരൊക്കെ എത്രയെന്നും പറഞ്ഞ് സഹായിക്കും. പറഞ്ഞു കൊടുക്കടി പുന്നാര മോനോട്. അവനൊരു ചെറിയ കള്ളം പറയാൻ മടി. ഓ, ഇവൻ ഐനസിന്റെ മോനല്ലയോ? ഐനസിന്റെ മോനല്ലയോ? വല്യണ്ണൻ രാത്രി ഒച്ചയിടണ്ട. 3 നേരവും പട്ടിണിയില്ലാതെ കഴിയട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ ചത്തുപോയ കെട്ടിയോണൊന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കെല്ലാം കൂടെ കാശ് തരാനുണ്ടെന്ന് വെച്ച് വീട്ടുമുറ്റത്തൊന്നും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. മോനെ നിർത്തണ്ട. അവൻ പറയട്ടടി, പറഞ്ഞു പഠിക്കട്ടെ. അദ്ദേഹം വളർന്ന് വലിയ ആളായി പോയില്ലയോ? പക്ഷേ ഇപ്പൊ പഠിക്കില്ല. പട്ടിണി കിടന്ന് മരവിക്കുമ്പോ താനേ പഠിക്കും. 2 തടിമാടന്മാർക്കും വാരിക്കോരി കൊടുക്കുമല്ലോ, ഉള്ള പാക്കും തേങ്ങയും വിറ്റിട്ടാണെങ്കിലും. അത് അവളുടെ വിവരക്കേട്. പിന്നെന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചാല് അങ്ങനത്തെ ബുദ്ധിയൊന്നും ഇപ്പൊ ഉദിക്കണ്ട. നമുക്കുള്ളത് പെണ്ണാ. അവളെ നല്ല നിലയിൽ അയച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഓ, പാല് കുടിച്ച് ഇനി വെള്ളമാണെന്നും പറഞ്ഞേക്കരുത്. അതല്ലേ കൊണ്ട് വെച്ചേക്കുന്നത്. ആദ്യ രാത്രി കലക്കിയിട്ടുണ്ടല്ലോ സാറേ. കമ്പനിക്ക് നിന്നെ തപ്പി എന്റെ പൊടി പോലും ഇവിടെ കണ്ടില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കലക്കി. അത് ശരിയാ സാറേ, എനിക്കും കമ്പനിയില്ല വെള്ളം അടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. നീ എപ്പോഴാ കോളേജിൽ പോവാ? ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കോളേജിലൊന്നും പഠിക്കുന്നില്ല. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഇന്നലെ പറഞ്ഞതോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. സാറിന്റെ മുമ്പിൽ വെയിറ്റ് കളയണ്ടെന്ന് വെച്ചു. ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ്. അവര് ഞാനിവിടെ അത്ര പൊരുത്തപ്പെട്ടു പോവില്ല. ഈ കള്ളം പറയുന്ന തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നെങ്കിലും കണ്ടുപിടിച്ചാൽ നാണക്കെടല്ലേ? ചുമ്മാ ശരി സാറേ, സാറ് പാവാണെന്ന് തോന്നിയോണ്ട് ഞാൻ സത്യം എന്ന് പറഞ്ഞു. അല്ലേ സാറ് വട്ടം വിട്ട് പറഞ്ഞാ കണ്ടുപിടിക്കല്ല. ഞാൻ ടൗണിൽ പോകാൻ വേണേ വരാം. പക്ഷെ ഒരു സിനിമ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഉണ്ടാക്കി തരാം. നീ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാ. ശരി. ഇങ്ങോട്ട് കിട്ടിയ ജോലിയും കളഞ്ഞല്ലോ. അതൊരു ജോലിയാണോ? 1000 വേക്കൻസികൾ നിന്റെ രാജേട്ടനെ കാത്തിരിക്കുന്നു. ഒരു 5 രൂപ ഇങ്ങട്. ഞാൻ കാശ് തരുന്നുണ്ടല്ലേ രാജേട്ടൻ കിട്ടുന്ന ജോലിയൊക്കെ കളഞ്ഞിട്ട് വരുന്നത്. സമയങ്ങളെ കാശുണ്ടേതാ? മെനക്കേടായി. ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കർഷക തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ വരുന്ന 12-ാം തീയതി. എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം. സെക്രട്ടറി മാർച്ചല്ലേ, ഞാൻ അങ്ങോട്ട് ഓഫീസിലോട്ട് വരാം. പിരിവിന്റെ കാര്യമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി.
അവന്റെ അമ്മൂമ്മയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. PTSന്റെ മുതലാളി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടട്ടെ, കുടിശ്ശിയെല്ലാം അങ്ങ് തീർക്കുന്നുണ്ട്. നല്ല ആള്. ഫാക്ടറിന്ന് ശമ്പളം വാങ്ങിച്ചപ്പോ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പറ്റുകടയിൽ വീട്ടിൽ തീർന്നിട്ടില്ല, അത് പിന്നെ സഹിക്കാം. അമ്മാച്ചന്മാരുടെ കാര്യമല്ലേ അതിലും കഷ്ടം. നീ പിടയ്ക്കാതെ വഴിയുണ്ടാക്കാം. പൈസ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല രാജേട്ടൻ. ഇനിയും ഇങ്ങനെ ഓ തുടങ്ങിയല്ലോ പെണ്ണിന് ധൃതി. ദാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് തരുന്നെന്ന് വെച്ച് നിന്നെ കെട്ടാനൊന്നും പോകുന്നില്ല. ദോശ നല്ല ടേസ്റ്റ് ഇല്ലേ? ഏ? ആ. ഇവിടെ ദോശ മതി. അത് കണ്ടോ? ഈ നിയമം എന്ന് മുതല്? ഇന്ന് മുതല്. ഇപ്പൊ കഴിക്കുന്നതിന് മുൻകൂർ കാശ് തരണോ? കഴിച്ചേച്ച് തന്നാ മതി, പക്ഷെ കഴിച്ചേച്ച് തരണം. ചുമ്മാ അതല്ല ഈ പെമ്പിളരൊക്കെ വഷളാവുന്നത്. പൈങ്കിളിക്കഥയും ചെല്ലക്കിളിയൊക്കെ അല്ലേ വായന. അജയൻ ഇങ്ങോട്ടാ കുട്ടപ്പനായിട്ട്? ടൗണിൽ പോയി ഒരു പടം കാണാന്ന് വെച്ചു, ഒരു നൂൺ ഷോ. അപ്പൊ നമ്മുടെ പുതിയ പാർട്ടിക്ക് എന്തൊക്കെ വാങ്ങണമെന്ന്, പിന്നെ രണ്ടുകൂടെ ആവട്ടെ എന്ന് കരുതി. പുളു പറയാതെ ടൗണിൽ പോയി സാധനം വാങ്ങിയ ടിക്കറ്റിന് പൈസ തരാന്ന് പറഞ്ഞു എന്ന് പറ. പൈങ്കിളിയുടെ ഗുണം കാണുന്നുണ്ട്. ആ എന്തായാലും വാങ്ങണോ? വല്ല വളയോ തളയോ? ഒന്നും വേണ്ട, നേരെ ഇനി വന്നാ മതി. കാശ് തരാൻ നേരത്ത് ബബാന്ന് പറഞ്ഞാണ്ടല്ലോ. എന്താ കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോ ഒരു പരിചയമില്ലായ്മ? സിഗരറ്റും വീഡിയൊക്കെ കടത്തിന് അങ്ങോട്ട് വലിച്ചു വലിച്ച് കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു. കാശും അതുപോലെ അങ്ങോട്ട് വലിച്ചു വലിച്ച് കയറുമെന്ന് കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞെ, നിലവും തറവാടും പൊരേടും ഒന്നും നമുക്കില്ല. ഇവിടുത്തെ പാവപ്പെട്ടവരാവശ്യമായ ബീഡിയും സിഗരറ്റും ഒക്കെ വിറ്റാ ഞാൻ എന്റെ കുടുംബം നടത്തുന്നത് അറിയോ? ഒരു സാവകാശം വേണ്ട, എനിക്കിന്റെ കാശ് തന്നാ മതി. വലിച്ചു വാരി തിന്നോ, കുറച്ചുകൂടെ കൊണ്ടിട്ട് കുറോ തിന്ന് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പം വലിക്കാൻ വീൽസുമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതാണല്ലോ ശീലം. വീൽസ്, ഒരു വീൽസ്. യവന്മാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണോ? നമ്മളോട് ചോദിച്ചില്ല. ഞാൻ വീട്ടിൽ പോയിരുന്നു, കണ്ടില്ല. കാലിയാക്കി പോയെന്ന് കരുതി കുപ്പിയും തായി പിടിച്ച് ഈ ലോകം മുഴുവൻ കറങ്ങി. അല്ല സാറെന്താ ഇവിടെ? ഈ കലക്കവെള്ളവും ഈ പ്രകൃതിയും എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു മൂഡ് കിട്ടാൻ നീ സിനിമയ്ക്ക് പോയില്ലേ? ഒരു നൂൺ ഷോ കയറി സാറേ. പല്ലു കഴിഞ്ഞ കുറെ കിളവന്മാരുടെ തള്ളലാണ് കഷ്ടം. പോസ്റ്റർ കണ്ട ഒന്നും സ്ക്രീനിലില്ല, ഒക്കെ കളിപ്പില്ല സാറേ. നിന്നെ പോലുള്ളവർ കളിപ്പിക്കപ്പെടണം, അതാ അത്തരം അശ്ലീല പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ആകെ നിരാശയായി പോയി. നിന്റെയൊക്കെ പ്രായത്തിൽ സിനിമ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. 24 മണിക്കൂറും പഠിത്തം. അതുകൊണ്ടാ സാർ പക്വതെറ്റിക്കല്ലെന്ന് ഞാൻ പറയുന്നത്. എന്തോന്ന് പക്വതെറ്റിക്? പക്വതയുള്ള ആളിന്റെ ഇംഗ്ലീഷാ. സാറിന് ഇംഗ്ലീഷിലും വലിയ വിവരമൊന്നുമില്ലെന്ന് തോന്നുന്നു. നിന്റെ അത്രയും എനിക്കില്ല, പക്ഷെ എന്നാലും പക്വത്തെറ്റിക്കുന്ന ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല എന്ന് എനിക്കറിയാം. ഉണ്ട്. നശിപ്പിച്ചോ. എന്നാലും നിന്റെ കണിയുമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അത് ശുഭാണ്. നാളെ മുതൽ ഞാൻ ആരാണെന്ന് അറിയണ്ടേ? PTSലെ കണ്ടക്ടർ. മുത്തച്ഛന്റെ കണ്ടത്തിൽ ആദ്യം ട്രാക്ടർ ഇറക്കിയത് അങ്ങേരെ. അതിന്റെ നന്ദി കാണിച്ചു. അന്ന് മുത്തച്ഛന്റെ പണിക്കാരൻ, ഇന്ന് ഞാൻ അങ്ങേരുടെ. എന്താ നാണക്കേട് തോന്നുന്നുണ്ടോ? സത്യസന്ധമായി പണി ചെയ്യുന്നതിൽ എന്താ നാണക്കേട്? അല്ല, കാലത്തിന്റെ ഒരു പോക്കേ. സത്യസന്ധതയെന്നും പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോ ഇട്ടേച്ച് പോരരുത്, സ്ഥിരമാവണം. സ്ഥിരമായിട്ട് ഞാൻ നിന്നെ കെട്ടണം, അതുകൂടെ പറയ്. ഗായത്രി, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ അതങ്ങ് മനസ്സിലിരിക്കട്ടെ.
ചാഞ്ചാടും താമര കാറ്റേനി താഴന്തു മണമെന്റെ പ്രേമം പ്രേമത്തിൻ പീലി കണ്ണാടുമ്പോൾ ഞാനത് രാഗം തുളുമ്പുന്ന നീലം താളത്തിൽ ചാഞ്ചാടും താമര കാറ്റേനി താഴന്തു മണമെന്റെ പ്രേമം പ്രേമത്തിൻ പീലി കണ്ണാടുമ്പോൾ ഞാനത് രാഗം തുളുമ്പുന്ന നീലം കുഞ്ഞുമുല്ലപ്പൂവിനുള്ളിൽ മഞ്ഞുതുള്ളി പോലെ എന്നിൽ മിന്നി നിൽക്കുന്നു ദേവാ നമ്മൾ ദൂരെ ഒന്നിനും അക്കരെ ഒന്നാം തീരത്തിനൊന്നാവും ആൺപൂവേ പെൺപൂവേ കാണല്ലേ 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 താളത്തിൽ ചാഞ്ചാടും താമരക്കാറ്റേ നീ താഴം മണമെന്റെ പ്രേമം പ്രേമത്തിൻ പീലി കണ്ണാടുമ്പോൾ ഞാനതിൽ രാഗം തുളുമ്പുന്ന നീലം പുഴ പറഞ്ഞു തീരമേ പുലരുമ്പോൾ എന്റെ കല്യാണം അതു കഴിഞ്ഞാൽ അലകടലിൻ മണിയറയിൽ സല്ലാപം നക്ഷത്രം മിന്നും കൂത്താലി തന്നല്ലോ പണ്ടേ മൂവന്തി ഞങ്ങൾ പിന്നെയും 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 നമ്മുടെ കണ്ണിൽ മുഖം നോക്കിയുണ്ടാവും ആണ്ടത്തെ പെണ്ടത്തെ മിണ്ടല്ലേ മിണ്ടല്ലേ താളത്തിൽ ചാഞ്ചാടും താമര കാറ്റേനി താഴന്തു മണമെന്റെ പ്രേമം പ്രേമത്തിൻ പീലി കണ്ണാടുമ്പോൾ ഞാനത് രാഗം തുളുമ്പുന്ന നീലം താഴന്തു മണമെന്റെ പ്രേമം രാഗം തുളുമ്പുന്ന നീലം താഴന്തു മണമെന്റെ പ്രേമം രാഗം തുളുമ്പുന്ന നീലം ടിക്കറ്റ്സ് ആരാ ടിക്കറ്റ് മേടിക്കാനുള്ളത്? ടിക്കറ്റ് മേടിച്ചേ. ഇനി ആർക്കാണ് കിട്ടാനുള്ളത്? ഒരു 60. അത് രാവിലെ 50 രൂപയുടെ നോട്ടുമായിട്ട് വന്നാൽ എങ്ങനെ ആച്ചാനെ? ചില്ലറ എടുക്ക്. ചില്ലറയില്ല. ബാക്കി കുറിച്ചിട്ടുണ്ട്. ടിക്കറ്റ്
ഇനി ആരാണ് ടിക്കറ്റ് എടുക്കാനുള്ളത്? ടിക്കറ്റ് എടുക്കാനുള്ള ആരാണ്? എങ്ങോട്ടാ പോകേണ്ടത്? 2 പരിപ്പ്. 2 പരിപ്പ്. 1 രൂപ 40 പൈസ. എടോ പഞ്ചാരടി നിർത്തണോ? എന്റെ ബാലൻസ് ഇങ്ങിതാ. പെമ്പിള്ളേരെ കണ്ട് പേടിച്ച് ഇതും കളഞ്ഞു വെച്ച് പോവോ? ഇനിയില്ല, കളഞ്ഞതൊക്കെ മതിയായി. ആരാ മോളെ അത്? ആ, നീ എന്താടാ ജോലി കളഞ്ഞിട്ട് പോയി എന്ന് കേട്ടല്ലോ. വേറെ കിട്ടിയതുകൊണ്ടാ അമ്മായി. വലിഞ്ഞേറി വന്നിരിക്കുക. എണീറ്റ് പോകാൻ പറ. എഴുന്നേറ്റ് പോകാൻ പറ. എന്തോന്നാടാ? ഒന്നുമില്ല അമ്മായി, ഒരു ഉറുമ്പ്, കട്ടുറുമ്പ്. കട്ടുറുമ്പ്. വനിതാ മാർച്ച്, യുവജന മാർച്ച്, ബഹുജന മാർച്ച്. ഈ പത്രം എന്ന് പറയുന്നത് വേറെയുള്ളവർക്ക് വായിക്കാനുള്ളതാ. അതെ, അതാ ഞാൻ നോക്കുന്നത്. ഇങ്ങോട്ട് അങ്ങനെ ഓസിലിരി ഇപ്പൊ വായിക്കട്ടെ. വേണ്ടതല്ലേ? മസാല ദോശ ഉണ്ടോ? എന്തോന്ന് മസാല ദോശയോ? എന്നുപോലെ മസാല ദോശ മട്ടൻ കറി ഉണ്ടേക്കോളൂ, അല്ല വേറെ പോയി വാങ്ങണം. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് പേടിപ്പിക്കാ കുഞ്ഞെ. ഇവിടെ ആകെപ്പാടാ ഒരു വതം കട അടച്ചിട്ട് പോവേ. ഇവൻ ആള് മിടുക്കനാകട്ടോ. ഇവൻ ആളുകളെ പറ്റിച്ചെങ്കിലും ജീവിച്ചോളും. അല്ല, യവനൊന്നുമല്ല മട്ടണൊക്കെ അടിച്ചു തുടങ്ങിയത്. ഇവന്റെ ശരീരത്തിലാണെങ്കിൽ അതൊന്നും കാണാനും ഇല്ല. ഇനി പുതിയ കോളും എല്ലാം ഒത്തോ നീരാണ്ടാ. അല്ല, ചേട്ടൻ അറിഞ്ഞില്ലേ? ഇപ്പോഴേ കവി എന്നും പറഞ്ഞ് പുതിയൊരു സാധനം ഇവന്റെ അയൽവക്കത്ത് വന്നിട്ടുണ്ട്. അയാള് തിന്നേന്റെ ബാക്കി എല്ലാം കേട്ട് കൊടുക്കും. അതായവൻ മട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓസ് ചാപ്പാടല്ലേ? അതെ. ഏതായാലും അത് നന്നായി. യവനും കൂടെ കടം പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ആകെ കുളം തോണ്ടിയനെ. കുത്തുവാള എടുത്തേനെ. കറക്റ്റ്. അനിയ ഒരു 50 പൈസ കൂടെ. തിരുവനന്തപുരത്താണെങ്കിൽ പഴം ഫ്രീ. തിരുവനന്തപുരത്താവുമ്പോ എന്റെ വല്യച്ഛനെ സാർ അറിയായിരിക്കുമല്ലോ. തിരുവനന്തപുരം എന്ന് പറയുന്നത് തട്ടുദോശ പോലെ ഇട്ടാവട്ടം സ്ഥലമല്ല, വളരെ വിശാലമാണ്. സെൻട്രൽ ജയില്, ചെങ്കച്ചൂള, സെക്രട്ടറിയേറ്റ്, എയർപോർട്ട്. ഇവിടെ എവിടെയാണ്? അവിടെ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വലിയ കാശുകാരനാ. ഇഞ്ചി വിളാകം ദാമോദരക്കുറുപ്പെന്ന് പറയും. ഇഞ്ചി വിളാകം ദാമോദരക്കുറുപ്പോ? അത് തന്നെ. അപ്പൊ ചേട്ടൻ അറിയും. ഇതുവരെ അറിയാനുള്ള സന്ദർഭം വന്നിട്ടില്ല. ഇവിടെ സാധാരണ ഇഞ്ചി വരാറുണ്ടോ? അതല്ലേ രസം. എന്റെ അച്ഛൻ മരിച്ച പിന്നെ ഒറ്റ എണ്ണം കൊണ്ട് തിരിഞ്ഞോലി നോക്കിയിട്ടില്ല. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ കാശുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് പറയുമായിരുന്നു. ഈ കാശൊക്കെ എത്ര കാലം വരെ ചേട്ടാ? തീരുന്നത് വരെ. ഇവിടത്തെ ജനങ്ങൾക്ക് ഒരു നിക്ഷേപ സ്വഭാവം വളർത്താനാണ് ഈ പദ്ധതി. പ്രതീക്ഷ ഫൈനാൻസിയേഴ്സ്. അതിന് എന്നെ കൊണ്ടൊരു ഹെൽപ്പ് ഇപ്പൊ ചെയ്യാൻ നോക്കില്ല. ഇത് പരമേശ്വരക്കുറുപ്പിന്റെ മരുമകനാ. ആഹാ. തിരുത്താം. പരമേശ്വരക്കുറുപ്പ് മാത്രമല്ല, പരമേശ്വരക്കുറുപ്പ് ഉൾപ്പെടുന്ന 5 അമ്മാവന്മാരെ മരുമനാ ഞാൻ. ഞങ്ങളുടെ ഇഷ്ടിയക്കുറ്റി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നാളെയാണ്. താങ്കളും വരണം. ശ്രീ പരമേശ്വരക്കുറിപ്പിൽ നിന്നും 35% പലിശ നിരക്കിൽ 25,000 രൂപ സ്വീകരിച്ചുകൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത്. പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ. ഒന്ന് മാറി നിൽക്കൂ. ഒന്ന് പിറകിലോട്ട് മാറുന്നേ. പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട് പറയും. ഒന്ന് മാറി നിൽക്കാൻ. നിന്നോടൊക്കെയാ പറഞ്ഞ പുറകോട്ട് മാറിക്കാൻ. ഇങ്ങോട്ട് മാറോ? മാറിക്കാൻ. ആരുടെ കണ്ടക്ടർ? ഒന്നറിയ പോടാവേ. മേലാലി വാർഡി കണ്ടുവരും.
ഇനി ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? ഒരു ദേവലോകം. ഇതുപോലെ നാട്ടുകാർ ഇടപെട്ടാൽ ഇവന്മാരെയൊക്കെ ഒതുക്കാൻ പറ്റൂ. രാവിലെ ഒരുങ്ങി ചമഞ്ഞങ്ങ് വരും മനുഷ്യനെ മെനക്കെടുത്താൻ. ഏതായാലും കൺട്രാക്ടിന്റെ ഉദ്യോഗം ഇന്നത്തോടെ തീർന്നു. അതെന്താ വണ്ടി മുതലാളിയുടെ മോനെയല്ലേ കൺട്രാക്ട് അടിച്ച് പുറത്തിട്ടത്? സാർ എന്നോട് ക്ഷമിക്കണം. എടാ, നിന്റെ മുത്തച്ഛൻ വേലിക്കൽ രാഘവക്കുറിപ്പുണ്ടല്ലോ, അയാളെ വിചാരിച്ച നിനക്ക് ഞാൻ ഈ പണിയുന്നത്. മനസ്സിലായില്ല, മനസ്സിലാവൂല. തൽക്കാലം നീ എന്നെ സേവിച്ചത് മതി. ഇതുപോലെ നിന്റെ രണ്ടു കൈ അടിച്ചൊടിക്കാൻ ഈ കഴിവില്ലാഞ്ഞിട്ടല്ല, പിന്നെ എന്റെ മോനും അത്ര മോശക്കാരനൊന്നുമല്ല. സാറിന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞല്ലോ. ഇനി കൂടുതൽ സംസാരിക്കണമെന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാവൂല. ശമ്പള ഇനത്തിൽ വല്ലതും പറ്റാനുണ്ടെങ്കിൽ മാനേജരെ കണ്ട് വാങ്ങിച്ചോണം. സാർ, രാജേട്ടന്റെ അടി ഉണ്ടാവനങ്ങ് വീണു. പിന്നെ നാട്ടുകാരെല്ലാം കൂടി 5-നെ എടുത്ത് ബസ്സിന് പുറത്തിട്ടു. അയ്യോ, അവിടെ തീർന്നില്ല. രാത്രി വടക്കേല ഒരു രാജേട്ടൻ ഒറ്റയ്ക്ക് വരുന്നു. ഈ 5 കടാരിയും വെട്ടുവത്തിയുമായിട്ട് എടുത്തൊരു ചാട്ടം. എന്നിട്ട് പോരിഞ്ഞ സ്റ്റണ്ട്. രാജേട്ടൻ കറങ്ങി ഒരു ചവിട്ട്. ഈ സിനിമയിലെ കാണുന്ന പോലെ 5 പ്ലിക്കോന്ന് താഴെ. രാജേട്ടനൊന്നും പറ്റിയില്ലേ? സമാധാനപ്പെട്. തോക്കിനകത്തേറി വെടിവെക്കാതെ. ഒരുത്തന്റെ കൈ ബസ്സിനകത്തും അവൻ പുറത്തും. ചുമ്മേ കുന്നിൽ ആശാന്റെ അവിടെയല്ലേ കൊണ്ടുപോയി തടവിയത്. എന്നിട്ടെന്തോന്നു, രാജേട്ടൻ അങ്ങ് പിരിച്ചു വിട്ടു. പിരിച്ചുവിട്ടോ? BTS-ന്റെ മോന്റെ കയ്യിലെ അടിച്ചോടിച്ചത്. പിന്നെ പിടിച്ചുവിടാതെ പൂവിട്ട് പൂജിക്കൂ. മതി മതി, കേട്ടു. ചെവിക്ക് തകരാറൊന്നും ഇല്ല. കുറ്റി പറഞ്ഞു ഒരു വല വരാതി. ബെല്ലടിച്ച് നശിപ്പിക്കാടാ. രാവിലെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല യവനൊക്കെ. അജയം വന്നില്ലേ? രാവിലെ കണ്ടില്ല. ഹായ്. പാല്.
പാല്. ഗായത്രി, സാറിന് പാൽ ഇഷ്ടപ്പെടുന്നുണ്ടോ? പാല് മാത്രമല്ല, പാൽക്കാരിയെയും. ഗായത്രി, എന്ത് വേണം? സാരില്ല, വേറെ എന്തെങ്കിലും പണി കിട്ടാണ്ടിരിക്കില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. ഇന്ന് കാശൊന്നും വേണ്ടേ? PTSC എന്ന് കാശ് കുറച്ച് കിട്ടാനുണ്ട്. എന്നാലും കാപ്പുകൂടി ഞാൻ തരാം. ഞാനെല്ലാം കുറിക്കുന്നുണ്ട്. അല്ല, ഞാൻ PTSC കാശ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു തന്നേക്കാം. അജയൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഏയ്, ഞാനിവിടെ ഇല്ലായിരുന്നു. അത് വിട്. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പാലെടുക്കും ഇങ്ങോട്ട്, അങ്ങേരിടം ചേറും. പാല് ഞാൻ കൊണ്ട് കൊടുത്തല്ലോ. അജയനെ എന്ത് വിലയാ വിളിച്ചത്? എന്നിട്ട് പാല് കൊടുത്തിട്ട് പാത്രം വാങ്ങി ഞാനിങ്ങി പോന്നു. എന്നാലും അങ്ങേരത്ര ശരിയല്ല. അങ്ങേരും പറഞ്ഞോ? വാ പറഞ്ഞുതരാം. അജയനാഗതനായല്ലോ. പൊളിഞ്ഞ തറവാട്ടിലിരുന്നപ്പോൾ പൊളിഞ്ഞ കവിതകൾ വരുന്നു. പരിസരം സാഹിത്യകാരന്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് എത്ര സത്യം. എന്നാ ഞാനിനി ഒരു സത്യം പറയാം. പറഞ്ഞോളൂ. പാല് കൊള്ളാമെന്ന് ചോദിച്ചപ്പോ പാൽക്കാരി ഇഷ്ടം പോലും, പിന്നെ പോരാ നേരം ഒരു പ്രേമ വിളിയും. ഗായത്രി, അല്ല സാറിനൊരു കല്യാണം കഴിച്ചൂടെ? ചിരി ചിരി. എന്താ ചേട്ടനോടങ്ങാൻ ഇത് പോയി പറയണം, പിന്നെ അങ്ങേരെ ഒന്ന് എടുത്തിട്ട് പൂശണം. മെനിഞ്ഞാന്ന് ഒരുത്തന്റെ കൈ അടിച്ചൊടിച്ചതേ ഉള്ളൂ. പ്രശ്നമാവോ? ഈ സിറ്റിയിലെ പെമ്പിളർ എന്തും പറയാം, നാട്ടും പുറത്തുള്ളതിനൊന്നും പിടിക്കില്ല. അജയ, നീ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? ഒതുക്കി തീർക്കാമോ നോക്കട്ടെ. ഓരോ പ്രശ്നങ്ങളെ. ഇതൊരു പ്രശ്നമാവോ? അല്ലേ, ഈ മനുഷ്യനെന്താ ഈ കാണിക്കുന്നത്? എന്താ ഇന്നൊരു മാറ്റം? ആകെ ഒരു മാറ്റം വരാൻ പോകുന്നു. എന്തോന്നു മാറ്റം? കാര്യം എന്താന്ന് തെളിച്ചു പറ മനുഷ്യ. ഗായത്രിയുടെ കല്യാണം നിശ്ചയിച്ചു. അത് നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനല്ലാതെ എന്റെ മകളുടെ കല്യാണം പിന്നെ ആരാ നിശ്ചയിക്കുന്നത്? ഞാനും കൂടി അറിയണ്ടേ? അതല്ലേ ഇപ്പൊ അറിയിച്ചത്. എന്തറിയിച്ചെന്ന്? ആരാ, എന്താ, എപ്പോഴാ? നീ ഒന്ന് ശ്വാസം വിട്. ഇത് കൊള്ളാം. ചെറുക്കന് ഞാനൊന്ന് കാണണ്ടേ?
അതിന് നീയല്ലല്ലോ കെട്ടാൻ പോകുന്നത്. അല്ല, സമ്മതിച്ചു. നിങ്ങൾ കണ്ടോ? കണ്ടില്ല, ശബ്ദം കേട്ടു. ഞാൻ മരുമകനുമായി ഫോണിൽ സമ്പർക്കം പുലർത്തി. അവൻ എന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു, എനിക്ക് അവന്റെ ശബ്ദവും. ഞാൻ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ നിങ്ങളും കണ്ടില്ലേ? ദുബായിലെ ചെറുക്കന്മാരെ ആരും കാണാറില്ല. അടുത്ത വെള്ളിയാഴ്ച വരും, അന്ന് കെട്ടും, അന്ന് രാത്രി നമ്മോടൊപ്പം കഴിയും, പിറ്റേന്ന് പറക്കും. അയ്യോ, മോളങ്ങാകത്ത് പോ. പിന്നെ എപ്പോ വരും? ഒരു വർഷം കഴിഞ്ഞ്. അയ്യോ, വരുമടി. 5000-ഉം 10000-ഉം. പിന്നെ എനിക്കൊന്ന് വിലസണം. ആദ്യം ഇതൊന്ന് നടന്നു കിട്ടട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നിനക്കത് തോന്നുന്നില്ലല്ലോ. ചുമക്കാൻ പറ്റിയ നേരം. സാർ, ഒരു ടിക്കറ്റ് എടുക്കണം സാർ. സാർ, അമ്മയ്ക്ക് സുഖമില്ല സാർ. സാർ, ഒരു ടിക്കറ്റ് എടുക്കണം സാർ. സാർ, നിനക്കെന്തെങ്കിലും പറ്റിയോ? സാർ, ഒരെണ്ണം സാർ. അമ്മയ്ക്ക് സുഖമില്ല സാർ. ഒരെണ്ണം എടുക്കണം സാർ. ഇതായിരിക്കും സാർ. ഒരെണ്ണം എടുക്കണം സാർ. സാർ, സാർ, ഒരെണ്ണം എടുക്കണം സാർ. സാർ, ഒരെണ്ണം എടുക്കണം സാർ. ഇതായിരിക്കും സാർ. സാർ, ഒരെണ്ണം എടുക്കണം സാർ. ഇതായിരിക്കും സാർ. നാളെ വൈകുന്നേരം വലിച്ചേരി കളയാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് 5 രൂപ മുടക്കാം. ഇവിടെ കയറി സ്റ്റൈലിന് പുട്ടേന്ന കണക്ക് എവിടെ ഒതുക്കും? അത് അന്നേ ഞാൻ പറഞ്ഞതാ തന്നോട്, ഇവന്റെ ഈ ഒളിച്ചു പോക്കത്ര ശരിയല്ലത്. കാശട്. ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. കാര്യം എങ്ങനെ രക്ഷപ്പെടാൻ നോക്കണം? അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. പതുക്കെ പറ. ആൾക്കാര് അഭിമാനം. അവരൊക്കെ അന്തസ്സായി കാശ് തരുന്നവരാ, അല്ല തന്നെ പോലെ പറ്റിക്കുന്നവരല്ല. ശരി, തനിക്ക് എത്ര രൂപ വരാനുണ്ട്? അതിപ്പോ എന്തോ നോക്കണം. തനിക്ക് എത്ര രൂപ വരാനുണ്ട്? എനിക്ക് പിന്നെ 5, 6. അപ്പൊ നിശ്ചയമില്ല. രണ്ടുപേർക്ക് നിശ്ചയമില്ല. രണ്ടുപേർക്ക് നിശ്ചയമില്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, ആദ്യം കണക്കൂട്ടി എത്ര രൂപ വരാണ്ടെന്ന് ഉറപ്പിച്ചു പോയി. അപ്പൊ ഞാൻ വരാം. 36, 30, 20. എടോ, ഇത് അവന്റെ പുതിയ ട്രിക്കാ. അപ്പൊ തനിക്ക് നേരത്തെ പറഞ്ഞായിരുന്നോ ഈ കാര്യം? എന്നാ പിന്നെ തനിക്ക് നേരത്തെ കിട്ടി ചോദിച്ചുകൂടായിരുന്നു ഈ കാര്യം. നീ പോടാ. പ്രോഡക്റ്റിന്റെ ഒരു രജതരേഖ. ആരാടാ ഈ മേപ്പിലാട്? ഞാനാണ് മേപ്പിലാട്. ഇങ്ങോട്ട് ഇറങ്ങിയില്ലടാ. ഇതേ കൈയോടും കാലോടും കൂടി തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. മുറപ്പെണ്ണാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ പറ്റിപ്പോയതാണ്. കൊച്ചു കുഞ്ഞല്ലേ? എടാ, നീ പെമ്പിളെ കമന്റ് അടിക്കുവാ. സാർ, 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 എന്റെ ഗുരുവായൂരപ്പ, ആ ചീള് കേസ് വന്നിരിക്കുകയാണ്. അംഗഭംഗമൊന്നും വരുത്തരുതേ, രക്ഷിക്കണേ. ഞാൻ ശല്യപ്പെടുത്തിയല്ലേ? ഇല്ല, ഞാൻ അജയന്റെ മൂത്ത ബ്രദർ. സാറിന്റെ വല്ലാതെ വിയർത്തിരിക്കുന്നു. അകത്ത് ഭയങ്കര ചൂട്, ഇരുന്ന് പുഴുങ്ങിപ്പോയി. നമുക്ക് പുറത്തിറങ്ങി നിൽക്കാം. ശരി. ഇത്രയും ദിവസമായിട്ട് വിചാരിക്കുന്നു ഇങ്ങോട്ടൊന്ന് വരണം, സാറിനെ ഒന്ന് പരിചയപ്പെടണമെന്നൊക്കെ. ഓരോരോ പ്രോബ്ലംസേ. സാറ് കവിത എഴുതും എന്നറിഞ്ഞപ്പോ മുതല് സാറിനോട് എനിക്ക് പ്രത്യേക ഒരു ബഹുമാനമാണ്. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണേ.
ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. ഹേയ്, അങ്ങനല്ല. ഈശ്വരൻ എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുക്കുന്നു. ചിലർക്ക് ഇങ്ങനെ, മറ്റു ചിലർക്ക് അങ്ങനെ. പിന്നെ ഒന്നിനും കൊള്ളാത്ത ചിലരെ സൃഷ്ടിച്ചിട്ടുണ്ട്, എന്നെ പോലെ. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് തെളിയാനായി. ഞാനിപ്പോഴും ഒരു തൊഴിൽ രഹിതനാണ്. സാറിന് സഹായിക്കാനാവും. തിരുവനന്തപുരത്താവുമ്പോ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ബുദ്ധിമുട്ടണമെന്നില്ല. എങ്കിലും പറയുന്നു, ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. ചെറിയ ഫേംസിലോ മറ്റോ. നിങ്ങളുടെ വല്യച്ഛനല്ലേ ഇഞ്ചിവിളാകം ദാമോദരക്കുറുപ്പ്? അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് മന്ത്രിമാർക്കിടയിൽ നല്ല പിടിപാടുണ്ടല്ലോ. അവരൊക്കെ ബന്ധുക്കളായുള്ളപ്പോ പിന്നെ ഇപ്പോഴതാ തോന്നുന്നു. ഇത്രയധികം ബന്ധുക്കൾ വേണ്ടായിരുന്നു. കാൽ കാശിന് ഗുണമില്ലെന്നേ. എനിക്കിപ്പോ പറഞ്ഞെന്നേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കണ്ട. എന്തായാലും നാളെ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. ഞാനൊരു ബുദ്ധിമുട്ടായില്ല? ഒരിക്കലുമില്ല. എന്നാ ഞാൻ വരട്ടെ. ഓക്കെ ഓക്കെ. ഇയാളെ പേടിക്കണ്ട. ലൈൻ ഈസ് ക്ലിയർ. ജസ്റ്റ് പ്രൊസീഡ്. ഗായത്രി, ഒരു വിളിച്ചു. കൊള്ളാമല്ലോ പഴം. എടാ ഊവേ, അതാരാണെന്ന് പിടികിട്ടിയോ? കേസ് കൊള്ളാമല്ലോ. നല്ല ഗ്രാമീണം. മതി മതി. അതെ, പഴയ കണ്ടക്ടർ കക്ഷിയാ. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ അവളെ നോട്ടമിടാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇനി മതി. വല്യച്ഛൻ വലിയ കാശുകാരനായത് എങ്ങനെ? കള്ളപ്പണം. അതാ ഒരു മടി. ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന നിലവും പുരയുടെ ഒക്കെ തിരിച്ചെടുക്കാൻ കുറച്ച് പണം. ആരാ സഹായിക്കുക? സഹായിക്കുന്നത് കൊട്ടിഘോഷിക്കുന്ന അമ്മാമാരുടെ കൈ തന്നെയല്ലോ എല്ലാം. പണം കൂടിയാലും ദോഷ, ആളുകൾ മറക്കും. രാജേട്ടന്റെ വല്യച്ഛൻ തന്നെ കണ്ടില്ലേ? എന്തിനധികം? അച്ഛനുണ്ടായിരുന്നപ്പം കളിയാക്കിയാണേലും നമ്മൾ തമ്മിൽ ചേരും കെട്ടിക്കണമെന്ന് പറഞ്ഞ ആളാണല്ലോ വല്യമ്മാവൻ, നിന്റെ അച്ഛൻ. വേറെ ആലോചിക്കുന്നെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കും. അമ്മായിയുടെ ഒരു നോട്ടം മതിയല്ലോ. ആരെയും കുറ്റം പറയാനില്ല. പുര നടഞ്ഞൊരു പെണ്ണ് നിൽക്കുന്നുണ്ടെങ്കിൽ വല്യമ്മാവനല്ല ആരായാലും കുറച്ച് തിരക്കും. ആ, നീ നടന്നോ, ഞാൻ പീടികയിലൊന്ന് പോയി വരാം. വെള്ളം വെള്ളം വേണ്ട വേണ്ട. ചേട്ടന്റെ മറ്റേ സാധനത്തിന് കുഴപ്പമൊന്നുമില്ലേ? ഏത് സാധനം? കരള്. ഡെയിലി ലിറ്റർ കണക്കിനല്ലേ അകത്തോട്ടാക്കുന്നത്. എല്ലാം ദ്രവിച്ചു പോകും. ദ്രവിക്കും. ആദ്യം കരള്, പിന്നെ ആമാശയം, പിന്നെ കുടൽ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ കുടിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിച്ച് കുടിപ്പിക്കാറില്ല. പക്ഷേ ഞാൻ കുടിക്കും. ചേട്ടൻ കുടിക്കുന്ന കാണുമ്പോ എനിക്കും ഇത്തിരി അകത്താക്കിയാ കൊള്ളാന്നുണ്ട്. പക്ഷെ ഞാൻ അകത്താക്കിയിട്ട് ചെന്നാ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താ. പിന്നെ ഈ ജന്മകാലം എന്നെ അകത്ത് കയറ്റിയല്ല. മനസമാധാനം അവർക്ക് ഈ ജന്മത്ത് വിധിച്ചിട്ടില്ലായിരിക്കാം. ഈ സാധനകത്ത് ചെല്ലുമ്പോ സാഹിത്യം വരുമല്ലേ? ആദ്യം സാഹിത്യം, പിന്നെ കവിത, അവസാനം ചോര. ഇല്ല, ഞാൻ പറയുന്നില്ല. പറയണം ചേട്ടാ. ഇനി പറഞ്ഞാൽ സത്യം മുഴുവൻ ഇവൻ എന്നെ കൊണ്ട് പറയിപ്പിക്കും. നീ പൊക്കോ. ഞാൻ പറയാതെ തന്നെ സത്യങ്ങൾ പുറത്തു വരും. അപ്പോ എല്ലാരും അറിഞ്ഞാ മതി. ഇപ്പൊ പൊയ്ക്കോ. നല്ലൊരു മനുഷ്യൻ. വെള്ളമായി പോയി ചേട്ടാ. ഓടേ.
യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ചങ്ങനാശ്ശേരി തിരുവല്ല കൊട്ടാരക്കര വഴി കിളിമാനൂർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന P718 ഫാസ്റ്റ് പാസഞ്ചർ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. യാത്രക്കാർ ടിക്കറ്റ് ബസ്സിൽ നിന്ന് വാങ്ങേണ്ടതാണ്. സർ, ഈ ഷീറ്റ് ഒന്ന് മാറ്റി. യവൻ ഇത്രയും സ്വന്തക്കാരും ബന്ധക്കാരും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കാശെല്ലാം തീർന്നു എന്ന് കരുതിയ ഓരോരുത്തരെ ശരം വിട്ടാണൊക്കെ പായുന്നത്. എന്റെ അമ്മോ, എന്നാലും അവന്റെ ഒരു ഭാഗ്യമേ, 9 ലക്ഷമേ. എനിക്കായത് കിട്ടിയിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ തട്ടിപ്പോയനെ. ഏതായാലും എന്റെ അടുത്ത് ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നില്ലാണ്ടാ. അതെ അതെ, അവനിപ്പോ നിന്നെ ആലോചിച്ചോണ്ടിരിക്കലല്ലേ ജോലി. അവനൊന്നൊക്കെ പതുക്കെ പറ, വല്ലവരും കേട്ടാതെ മതി. എനിക്ക് തരാനുള്ള 32 രൂപ 60 പൈസ ഞാനിപ്പോ വാങ്ങുന്നില്ല. ലക്ഷപ്രഭു, എനിക്ക് കാശ് തരാനുണ്ടെന്ന് ഇവിടെ ഞെളിഞ്ഞിറന്ന് പറയാമല്ലോ. അത് നിന്റെ മണ്ടത്തരം. അവൻ ലക്ഷപ്രഭു ആയത് പ്രമാണിച്ച് ഞാൻ കണക്കിൽ വേണ്ട തിരിമറികൾ കാണിക്കാൻ പോണോ? ഓക്കെ ആണോ? എന്നാൽ ഇവന് ലക്ഷം കിട്ടിയതിൽ പ്രതിഷേധിച്ച് ഞാനിന്ന് കട തുറക്കുന്നില്ല. കാശുണ്ടെന്ന് അറിയുമ്പോ ആളുകൾ കൂടും, ബന്ധക്കാർ കൂടും. ഈ സംഭാവനക്കാരുടെ കാര്യമാ സഹിക്കാൻ പറ്റാത്തത്. പണം ഉണ്ടോ എല്ലാ പട്ടികളും വരും. 9 ലക്ഷം എന്ന് പറയുമ്പോ കയ്യിൽ എന്തോ കിട്ടും. 6 അടുപ്പിച്ച് വരും. പൊന്നുമോനെ, അന്നും ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ആൾക്കാരെ നമ്മൾ ഓരോന്നും ഇങ്ങോട്ട് വരും. ഒറ്റ എണ്ണത്തിന് അടുപ്പിച്ചേക്കരുത്. ഈ സ്വന്തവും ബന്ധവും പറഞ്ഞു വരുന്ന ഒരു മുഴുവനും വിഷങ്ങളാ. പുറത്ത് ആരൊക്കെയോ ഉണ്ട്. ഒരുത്തനും കയറ്റി വിടുന്നു. ഒന്ന് കാലം കഴിക്കുമ്പോ പൊയ്ക്കോളും. എന്താ പോനെ? വെള്ളം. അയ്യോ, വെള്ളം കുടിക്കണ്ട. വല്ല ബോൺവിറ്റിയോ ബ്രൂസ്റ്റോ ഹോളിക്സോ അല്ലെങ്കിൽ വേണ്ട. എടി, വീട്ടിൽ ചെന്നാ മിക്സിയും മുന്തിരി ചേർത്തോളാം. വെള്ളം കുടിക്കാനോ? രാജേട്ടനിപ്പോ വലിയ പോസിലാവില്ലേ? അല്ലേലും അവൻ ജനിച്ചു വീണപ്പോ എന്റെ അച്ഛൻ പറഞ്ഞതാ അവൻ കാശുകാരനാവൂന്ന്. ഈ മനുഷ്യൻ അവിടെ കിടന്ന് വിറകുവാണോ? രാജേന്ദ്രൻ മോനെ അത്താഴത്തിന് ക്ഷണിച്ചിട്ട് പോരാൻ പറഞ്ഞതാ. രാജേട്ടനോ? ഇവിടെയോ? പിടിച്ചു പറിക്കാരാ അവിടെ അധികവും. നല്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് നാളുകൾ കുറെ ആയി കാണുമല്ലോ. അതുമല്ല, ഇവിടെ വരുമ്പോ സ്വസ്ഥമായിട്ട് നിന്റെ കാര്യം അങ്ങ് പറയാമല്ലോ. നിന്നെ ഒരു പണ്ടേ ഇഷ്ടമാ. തറയിൽ നിർത്തില്ലായിരുന്നു. ആ, അതും കൂടെ അങ്ങ് മംഗളമായി നടന്നാ മതിയായിരുന്നു. ലോട്ടറി കിട്ടിയ രാജേന്ദ്രന്റെ അമ്മാവനാണ് ഞാൻ. അറിയാമല്ലോ? ഇല്ല. നിങ്ങളും കാണാനായിരിക്കും വന്നിരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. കല്യാണം കഴിക്കാൻ പ്ലാൻ ഒന്നുമില്ലേ? പ്രായമധികമായില്ലല്ലോ, സമയമുണ്ടല്ലോ. ലോട്ടറി അടിച്ച ആ നിമിഷത്തിൽ എന്തു തോന്നി? ഒന്നും തോന്നില്ല. പഴയ ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ? ദാ ഇരിക്കുന്ന ഞാനാ. അതല്ല, യങ് സ്റ്റേജിലെ മറ്റോ? ഇല്ല. ആ, ഒരെണ്ണം കാണണം. അജയ, എന്റെ ഒരേ ഒരു അനുജനാ. എന്ത് ചെയ്യുന്നു? ഗായത്രിയുടെ കയ്യില് എന്റെ പഴയ ഒരു ഫോട്ടോ കാണണം. നീ അതിങ്ങ് മേടിച്ചോണ്ട് വാ. പത്രക്കാർക്ക് കൊടുക്കാനാന്ന് പറ. ആരാ ഗായത്രി? കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ? അതിന്റെ ഒരു ഫോട്ടോ. സായാഹ്ന പത്രത്തിൽ കുറിക്കാൻ ഇതൊക്കെ പോരെ? തൽക്കാലം ഇതൊക്കെ മതി. ഈ ബഹളമൊക്കെ ഒന്ന് ഒഴിയുമ്പം വീട്ടുകാരും ഫോട്ടോകളായിട്ട് പത്ര ഓഫീസിലേക്ക് വന്നേക്കാം. തൽക്കാലം പോണം.
ഒന്ന് പെട്ടെന്ന് എടുക്കുക ഗായത്രി. എന്താ ഇത്ര ധൃതി? എനിക്ക് ധൃതി വെപ്രാളൊന്നുമില്ല. അവിടെ കുറെ വന്ന് കിടപ്പുണ്ടല്ലോ. എവിടെയാ വെച്ചതെന്ന് ഒരു പിടിയില്ല. കളഞ്ഞു പോയിന്ന് പറയാം. നമ്മളെന്തിനാ കിടന്ന് പെട ഉടയ്ക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ട് വായന കിടന്നപ്പോ ഒരുത്തനും വേണ്ടായിരുന്നു. ക്ഷമ വലിയ ആളാവുമ്പോ ഓർക്കാൻ മറ്റൊന്നുമില്ല. ആ പോ ഇങ്ങേരും അമ്മാവനാണെന്ന് തോന്നുന്നു. അതെ അതെ. ഹലോ, എവിടെ എവിടെ? ഇതാ. അയ്യോടാ മോനെ, നീ അങ്ങ് ഉണങ്ങിപ്പോയല്ലോ. ഞാൻ നിന്റെ വല്ലിച്ചല്ലേ? എടാ മോനെ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? വല്ലിച്ച, ഞാനാണ് രാജേന്ദ്രൻ. തന്നെയോ? അയ്യോടാ മോനെ, ധൃതിയിൽ ഇറങ്ങി വന്നപ്പോ കണ്ണാടി എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാ. വാ, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. വാ. എന്ത് മണ്ടനാടാ മോനെ നീ. അടിച്ചോർന്ന് ടിക്കറ്റ് എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ 6 ലക്ഷം രൂപ കണക്കി കൊള്ളിക്കാമായിരുന്നില്ലേ? നിന്റെ കാര്യം ഞാനും കയറില്ലേ? ആ ബുദ്ധി പോയില്ല അല്ലേ? പോട്ടെ, ഇനി എന്റെ കൂടെ കുടിക്കോ, അത് മതി. കാലശേഷം എനിക്കോ ആമക്കളില്ല. നിങ്ങളൊക്കെ അല്ലാതെ പിന്നെ ആരാ? വല്യച്ഛൻ വന്ന കാലിൽ നിൽക്കണ്ട. അകത്തിരിക്കുന്ന ബാങ്കുകാരും രാഷ്ട്രീയക്കാരെയൊക്കെ ഞാനൊന്ന് ഒഴിവാക്കട്ടെ. അനാഥാലയക്കാരും ബാങ്കുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പക്ഷം പിടിച്ചിങ് എത്തും. 1000 2000 ഒക്കെ എഴുതി തള്ളരുത്. അതും സഹിക്കാം. ഈ കാണുന്നവരൊക്കെ ആരാ? കാശ് പിടുങ്ങാനാ. എന്റെ കൂടെ കൂടിയാ 9 18 ആവൂ. അത് മറക്കണ്ട. വല്യച്ഛൻ അകത്തോട്ടിരിക്കും. സംസാരിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ. 3 വയസ്സുള്ളപ്പോ രാജേന്ദ്രൻ മോന് കരപ്പം വന്നത് ഓർമ്മയുണ്ടോ മാധവി? കടുവാക്കുഴിയിലെ വൈദ്യരെ കാണിക്കാൻ കൊണ്ടുപോയപ്പം ഞാൻ ആ തോളിൽ ഇട്ടോണ്ട് പോയത്. ഓ, കൊച്ചിലെയല്ലേ? ആരെടുത്തും പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു. ഓ, നിനക്കത് അത്ര നിശ്ചയമല്ലേ? ഇതും പറഞ്ഞ് നിങ്ങൾ വഴക്കിടണ്ട. അകത്താണുങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ. അമ്മ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം. മോനെ, ഉപ്പിട്ട്. മാധവി ഇരുന്നോളൂ, ഞാൻ എടുത്തോണ്ട് വരാം. കഞ്ഞിവെള്ളം അമ്മ എടുത്തോളൂ. സാരി ചീത്തയാക്കണ്ട. പിന്നെ അമ്മയാണ് ദിവസവും കഞ്ഞിവെള്ളമെങ്കിലും തരുന്നത്. എവിടേക്കാ? വീട്ടീന്നാ. അമ്മാവൻ പറഞ്ഞിട്ടാ. ഇപ്പൊ ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അമ്മയ്ക്ക് ആരോഗ്യം ക്ഷയിച്ചു എന്ന് തോന്നുമ്പോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ബുദ്ധിമുട്ടണ്ട. തിരിച്ചുവിട്ടോ, തിരിച്ചുവിട്ടോ. വല്യച്ഛൻ വന്നു. പുള്ളിക്ക് എന്നെ മനസ്സിലായത് പോലുമില്ല. മറ്റൊരാൾക്കിട്ട് മുത്തവും കെട്ടിപ്പിടുത്തവും. എന്നിട്ട് എവിടെ? അമ്മയാന്ന് കരുതി വേറെ ആരോടെങ്കിലും ലോക്യം പറയുന്നുണ്ടാവും. പോടാ. ഇവരെയൊന്നും അധിക സമയം ഇരുത്തണ്ട. പിരിച്ചു വിട്ടേരെ. മോനിപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലേ? നിങ്ങളൊക്കെ രാജേന്ദ്രന്റെ അകന്ന ബന്ധുക്കളായിരിക്കും അല്ലേ? അറിഞ്ഞ ഉടനെ ഞാനിങ്ങി പോന്നു. അവൻ ചെറുതല്ലേ. ഇത്ര അധികം പണമൊക്കെ വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ ആവും. ഞാനാവുമ്പോ അന്യനല്ലല്ലോ. ചേട്ടാ, പാർട്ടി അറിയില്ലേ? കള്ളനോട്ടാണ്. ഡാളറാ. ഹലോ അളിയാ, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഇവിടെ നിൽക്കായിരുന്നോ? അല്ല, നടക്കുകയായിരുന്നു. തടിയാ പീസൊക്കെ എങ്ങനെ? ആ, തടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കള്ളത്തടിയൊക്കെ ധാരാളം കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ.
ലോട്ടറി കിട്ടിയത് കൊണ്ടായിരിക്കും ഒരു പ്രത്യേക സ്നേഹം. നിങ്ങളൊക്കെ അത്ര അടുപ്പത്തിലല്ലായിരുന്നെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ഓ, നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. എന്താ ഇത്ര ദൂരെ നിങ്ങൾ പറന്നെത്തിയത്? എന്റെ പെങ്ങളെ സംബന്ധക്കാരൻ നമ്മളല്ലല്ലോ. ഞങ്ങളുടെ തറവാട്ടിലൊക്കെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണിന് ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടാ ബന്ധം. നായര് ചത്തു കഴിഞ്ഞാ പെങ്ങളെ ആങ്ങളമാർ നോക്കണ പാരമ്പര്യം നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലായിരിക്കും. വല്യമ്മാവ, തുകയും പലിശയും പലിശയുടെ പലിശയും കൂട്ടിയാലും ഇതിൽ കൂടില്ല. നിലവും പുരയുടെ ഇന്ന് തന്നെ കൈമാറണം. ഈ ചില്ലിക്കാശിന്റെ കണക്ക് നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ചില്ലിക്കാശ് തരാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ലേ പാട്ടർ ചീട്ടിലാണ് ഒപ്പിടിപ്പിച്ചത്. പുതുതായി ആരംഭിക്കാനുള്ള ബിസിനസ് ഒക്കെ ചർച്ച ചെയ്തിട്ട് പോരെ ഞങ്ങളോടുള്ള കടം വീട്ടിലും മറ്റും. അങ്ങോട്ട് പറഞ്ഞു കൊടങ്ങ. എന്റെ പണം വെച്ച് ഞാൻ കളിച്ചോളാം, ഉപദേശം വേണ്ട. നീ തുലയുമെന്ന് അറുത്തു മുറിച്ച് ശപിക്കുമായിരിക്കും. ശാപം ഫലിച്ചാലും വിഷമമില്ല. 5 രൂപ കളഞ്ഞെന്ന് കരുതും. ആരും കളിയാക്കി ചിരിക്കണ്ട. അച്ഛൻ മരിക്കുമ്പം എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് വല്യച്ഛൻ ഓർമ്മയുണ്ടാവും. അന്ന് ഞങ്ങളൊരു ഭാരമാവെന്ന് കരുതിയില്ലേ? ഇനിയും അങ്ങനെ കരുതിയാ മതി. കാശ് സമ്പാദിക്കാൻ കള്ളം കുറെ പറയണമെന്ന് അമ്മാവന് ഉപദേശം തന്നിട്ടുണ്ടല്ലോ. ഒരു പിരിച്ചുവിടിയിലും 10 തെറിയും. പ്രസംഗിച്ചത് മതിയടാ. തലമറന്ന് എണ്ണ തേക്കുന്നതാ. സരസു, ഇടി സരസു, ഇറങ്ങി മാറി. ഇതൊക്കെ എവിടുന്നപ്പാ? എന്ത് വേണം? എന്ത് വേണമെന്നോ? നിങ്ങളാര്? വല്യച്ഛൻ അറിയാവോ ഇതാരെന്ന്? കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതല്ലേ. ഇപ്പൊ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കയ്യടവനെ, നീ അങ്ങ് വളർന്നു പോയല്ലോ. മാധവന്റെ തനി പകർപ്പ് തന്നെ. വാ വാ, അങ്ങ് അകത്ത് വാ. കാണാത്തത് കണ്ടപ്പോ അവന്റെ ഒരു ഭാവം എന്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത്. അയ്യേ, ആ അതിന് നിങ്ങളീ കിടന്ന് പഠിക്കുന്ന എന്തിനാ? മിണ്ടിപ്പോര്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുമ്പോ നിനക്കെല്ലാരും ചൊറിച്ചില്. അന്ന് ഇവള് പറയുന്നത് കേക്കണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ വലിയ കാര്യമല്ലെന്നേ. ആഹാ, എന്നായാലും നമ്മുടെ മോള് അവനുള്ളത് തന്നെ അല്ലേ? വായും പൊളിച്ചിരുന്നോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാ. അവര് തമ്മിലുള്ള ശൃംഗാരമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഉള്ളതാണോടി? തച്ചോളി അമ്പു സ്റ്റൈലിൽ ഒരു പകരം വീട്ടലല്ലേ? തുടർന്ന് എന്തുണ്ടായി? ഓരോന്നിന്റെ മോന്തോളമായിരുന്നു. ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ് മുതലേ പോലെ. പോ നേരത്തോ നനഞ്ഞ കോഴികളെ പോലെ. സ്പോയിൽ ചെയ്യരുത്, നശിപ്പിക്കരുത്. ആ പണമൊക്കെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഞാൻ ചേട്ടൻ അഡ്വൈസ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. എപ്പോഴാ ചേട്ടൻ ഫ്രീ ആവുന്നത്? വല്യച്ഛൻ വീണ്ടും നിന്ന് കിണുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേട്ടൻ എപ്പ ഫ്രീ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് പറ്റിയ സന്ദർഭം. ആ രസം ഇവിടെ എല്ലാവർക്കും നിരത്തി വെച്ചോടേ. എന്റെ പൊന്നണ്ണ കിട്ടി. എന്തോന്ന് ഇത് കണ്ടില്ലേ? സാക്ഷാൽ 100 രൂപ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടേ? രാജേന്ദ്ര മുതലാളി തന്നതാ. എന്തോ ഒരു നല്ല മനുഷ്യനാ അങ്ങേര്. ഇപ്പഴാ മുഖത്തിന്റെ ഒരു തേജസ്. ഏതായാലും അങ്ങനെ വാക്ക് പാലിക്കുന്നവനാ. നീ ആ കാശിങ്ങിതാ. എന്തിന് കാശ് എന്നിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. നീലാണ്ട, ഇത് എനിക്ക് തരാനുള്ള കാശാ. നിന്റെ കയ്യിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടാ രാവിലെ അങ്ങനെ ഇവിടെ നിന്ന് പോയത്. അയ്യോ, അങ്ങനൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ആള് വലിയ ബിസി അല്ലേ, അതുകൊണ്ട് പറയാൻ വിട്ടുപോയതായിരിക്കും. അപ്പൊ എനിക്ക് തരാനുള്ള കാശോ? നിനക്ക് നീ അങ്ങേര് കാശ് തരാണ്ടെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നോണ്ടാ മതി എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? പറഞ്ഞോ? പറഞ്ഞല്ലേ? കൺഫ്യൂഷൻ അടിക്കാതെ ഈ പഴം ഒന്ന് കഴിക്കേ. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എന്നാലും അങ്ങനെ പറയൂ. അവിടെ ചട്നി വെച്ചോടെ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കടി. ഞാനെങ്ങനെ പറയുന്നു? എന്റെ സ്വഭാവമാണ് കിട്ടും.
ഒറ്റ കുത്തി വെച്ച് പൊടിയോട്ട് നിക്കുന്നേ മിണ്ടല്ലേ പതുക്കെ. എങ്ങോട്ട് പോകാനാ പറഞ്ഞത്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ. മോളെ, അപ്പുറത്ത് ആളെ കൊഴിഞ്ഞെന്ന് തോന്നുന്നു. നീ ഒന്ന് അങ്ങോട്ട് ചെല്ലേ. എന്തിനാ അമ്മേ? ചേ, ഈ പെണ്ണിനൊന്നും തലേ കയറുന്നില്ലല്ലോ. രാജേന്ദ്രമോൻ നിന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. നീ ഇതുവരെ അങ്ങോട്ടൊന്നും പോയി കണ്ടില്ലല്ലോ മോളെ. അതിന് ഞാൻ ഇതുവരെ അവിടെ പോയി രാജേട്ടനെ കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്താ ഒരു പുതുമ? അതല്ല മോളെ, അവന്റെ ഇന്നത്തെ അവസ്ഥ അതാണോ? ഒന്ന് പോയി കാണു മോളെ. എനിക്കിപ്പോ വയ്യ. ഛേ, എന്തായി? മോളെ, അമ്മയ്ക്കൊന്ന് ശല്യപ്പെടുത്താതിരുന്നൂടെ? കൊറേ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. നിന്റെ പണം തട്ടിയെടുക്കണമെന്നോ അതുകൊണ്ട് ജീവിക്കണമെന്നോ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. ഇപ്പോ തന്നെ ഇൻകം ടാക്സുകാരുടെയും വിജിലൻസുകാരുടെയും ഒക്കെ നോട്ട പുള്ളിയാ ഞാൻ. അതിൽ നിന്നൊരു രക്ഷ, അത്രേ ഉള്ളൂ. സാർ വരൂ. ദാമോണ്ണൻ എപ്പോ വന്നു? നീ ഇവിടെ വരേണ്ടി വന്നു. ആഹാ, നിങ്ങളമ്മ പരിചയക്കാരായിരുന്നു? പിന്നെ വെറും പരിചയമല്ല, ഞങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. എന്ത് ബിസിനസ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. എന്താ? ശരി. ചേട്ടൻ കയറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നീ വല്യച്ഛൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ഒന്നുമല്ലേലും പണം കണ്ടു വളർന്ന ആളാ, ആർത്തി കാണില്ല. അപ്പുറത്തെ മേപ്പിലാട് സാറും കൂടെ ഉള്ളത് ഒരു ധൈര്യമാ. കാര്യങ്ങൾ പോലും ശരിയായി കൊടുക്കുന്നത്. എന്നാലും എനിക്കെന്തോ അയാളെ കാണുമ്പോ ആകെ പേടിയാവുന്നു. ഛേ, ഈ അമ്മയ്ക്ക് എന്താ? ഞാനിവിടെ ഒരു കൊട്ടാരം പണി. പിന്നെ പിന്നെ എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നും അമ്മ നോയിക്കോ. നീ ഇവിടെ എനിക്ക് സ്വസ്ഥത വരില്ല അല്ലേ? പതുക്കെ പറഞ്ഞ ആരോഗ്യത്തിന് നല്ലത്. ലോട്ടറി മോനിത് കേട്ടോണ്ട് വന്നാൽ എന്താ? അവൻ എന്റെ മോനാ. ഞാൻ പറയുന്നതിലപ്പുറം അണുകിടാൻ തെറ്റില്ല. അണുകിട തെറ്റണ്ട. മറ്റേ കാര്യം ഞാനങ്ങ് പറഞ്ഞാൽ വല്യച്ഛൻ ഇഞ്ചി വിളാകം. എനിക്ക് ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനങ്ങ് പോയേക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് വല്യച്ഛന്റെ ഡോളർ ബിസിനസ്സും നോട്ട് ഇരട്ടിപ്പും നോട്ട് അടവയ്പും അറിയേണ്ടവരറിയും. ദ പോലീസ്. പ്രശ്നമാക്കരുത് സുകുമാര, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. എന്നാ മകനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങ് ഗൈഡ് ചെയ്യാം. എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയ $10,000 കണക്ക് പോലും നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല. യു ആർ ഗ്രേറ്റ്. കൂടുതൽ സംസാരിച്ചാൽ രംഗം വഷളാവും, ഇല്ലെങ്കിൽ ആക്കും. ഒരു സഹകരണ അടിസ്ഥാനത്തിൽ പോകുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. വയറ്റിപ്പഴപ്പാണ് എന്റെയും പ്രശ്നം. ഓക്കേ, ഞാൻ റെഡി. പൊക്കളെ. ശരി, വണ്ടി എടുത്താമോണ്ണ.
കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നോക്കാനും ചെയ്യാനും ഒക്കെ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? വിശേഷിച്ചും നിന്റെ കാര്യം ആകുമ്പോ അത് പറയാനും. വണ്ടി നിർത്തി. ഇതാണോ കാര്യം? ഇതിനൊന്നും ഇപ്പൊ സമയമില്ലെന്നേ. വണ്ടി കയറ്. ഇനി ഇപ്പൊ നിന്നെ കാണാൻ വഴിയിൽ ഓരോരുത്തർ ക്യൂ ആയിട്ടൊക്കെ നിൽക്കും. അതൊന്നും കണ്ട് വെറുതെ പോരുത്. വണ്ടി വിട്. നിന്റെ കല്യാണം അന്തസ്സായിട്ട് ഞാൻ നടത്തി തരും. എന്നാലും ഞാനൊന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് സാർ എന്റെ മുമ്പിൽ എത്തിച്ചു കളഞ്ഞല്ലോ. എനിക്കിതൊരു ശീലമായി പോയി മിസ്റ്റർ രാജേന്ദ്രൻ. ബസ്സല്ല വിമാനം വേണമെന്ന് പറഞ്ഞാലും ഈ മേപ്പിലാട് വിചാരിച്ചാൽ മേളിൽ നിന്ന് എത്തും, ഇല്ലെങ്കിൽ എത്തിക്കും. പണത്തിന്റെ കാര്യമൊക്കെ ജാഗ്രതയായിരിക്കണം. ആരെയും വിശ്വസിക്കാൻ പാടില്ല. എന്താ മോനെ നീ കാണിച്ചത്? ബസ്സൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കളി പറയായിരിക്കും. കുറഞ്ഞ വിലക്ക് മേപ്പിലാട് സാർ ഒരെണ്ണം ഒതുക്കി തന്നപ്പം ഇതപ്പോ നിന്റെ കളിയായിരുന്നു അല്ലേ? ഇനി ഞാനൊന്ന് വിലസട്ട ഇഞ്ചി. അതിനെന്താ വല്ലിച്ച? ഇതൊക്കെ ഒരുമാതിരി പൊല്ലാപ്പൊടിച്ച പണികളാ. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരുമാതിരി. മോശപ്പെട്ട കാര്യം ഒന്നും മോൻ ചെയ്തില്ലല്ലോ. ചോദിച്ചില്ല. ഞാൻ സംസാരിക്കുന്നത് എന്റെ മോനോടാണ്. മോനെ, ഇനി മേലാലെങ്കിലും വല്യച്ഛനോട് ചോദിക്കാതെ ഈ മാതിരി കാര്യങ്ങളിലൊന്നും എടുത്ത് ചാടരുത്. പറഞ്ഞേ. ബാങ്കിൽ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ മുഴുവൻ ഇങ്ങ് എടുത്തു. മേപ്പിലാട് സാറിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് മെഷീൻസ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എവനൊക്കെ എന്തോന്ന് ഇൻഫ്ലുവൻസ്? ഈ കള്ള റാസ്കൽ നിന്നെ പറ്റിക്കാൻ തുടങ്ങി 2-3 ദിവസമായി. എവിടെയാ കിടന്ന ഒരു ലൊടക്ക് വണ്ടി എടുത്ത് നിന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് എവൻ കുറെ ഒതുക്കി. അത് നിനക്കറിയാം. ഏതായാലും ഇനി ഇത് ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട വല്ലിച്ച. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഉറപ്പിച്ചു പോയി. എന്ത് ബിസിനസ്? ടോപ്പ് സീക്രട്ട്. മോനെ, നീ എവനെ വിശ്വസിച്ചാൽ നിനക്ക് ആപത്താണ്. ഡെഫിനറ്റ്ലി നോ. അതിനേക്കാൾ ആപത്താണ് വല്യച്ഛനെ വിശ്വസിച്ചാലെന്ന് എനിക്കറിയാം. യെസ്. മേപ്പിലാട് സാറിനെ പോലുള്ള നല്ല ഫ്രണ്ട്സ് ചതിച്ചാലും ഞാൻ സഹിക്കും. നാറിയ ബന്ധുക്കൾക്ക് ഒരാളെ പോലും ഞാൻ കൊടുക്കില്ല. ശരി, ഞാൻ പോവേണം. നീ ഈ നോവിച്ചു വിടുന്ന ആരെയെന്ന് 1-2 മണിക്കൂറുകൾക്ക് നിനക്ക് മനസ്സിലാവും. ഓക്കേ. Don't get excited, my boy. A friend in need is a friend indeed.
വല്യച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഓരോപ്പക്കടിക്കാം. വേറെ എന്തെങ്കിലും ചെലവൊക്കെ നടത്തി സംഗതി തീർത്ത് കളയുന്നതിന് മുമ്പ് അതിങ്ങ് കിട്ടേണ്ടതാ. നീ പുറപ്പെട്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കരുതിക്കൊള്ളണം. മറ്റവൻ കൂടെ ഉണ്ടോ? ആ വേണ്ട വേണ്ട. ആ ആ ശരി. ഒന്ന് തുറക്കൂ. ഇനി അടയ്ക്കൂ. ഹാബിറ്റ് ആക്കണ്ട. ഒരു സ്മോൾ കഴിക്കൂ. വേണ്ട. വലിയവരുമായുള്ള ബന്ധം ഇതൊരു അനിവാര്യ ഘടകമാണ്. ഇതുകൊണ്ട് ഭാവിയിൽ പ്രയോജനമുണ്ടാകും. കഴിക്കൂ. ഇന്ന് വരെ ഒരുത്തനും ബസ് ഓടിച്ചിട്ടില്ല. എന്താ കാരണം? ഇവിടെ എല്ലാവർക്കും എന്നെ അല്പമെങ്കിലും ഭയം ഉണ്ടായിരുന്നു. നീ കാരണം അതും എനിക്ക് നഷ്ടപ്പെട്ടു. മനസ്സിൽ അത്രയ്ക്ക് ദ്രോഹങ്ങളാ അമ്മാവന്മാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാ എനിക്ക് ഈ കൊച്ചു കൊച്ചു വാശികളൊക്കെ. എനിക്കറിയാം. ബ്രദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മാവൻ തല്ലിയാൽ എനിക്ക് പുല്ല് എന്ന പേരിൽ ഞാൻ ഒരു കവിത എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ഞാൻ അയച്ചു കൊടുക്കും. ചിലപ്പോൾ ചില പുരസ്കാരങ്ങൾ തേടി എത്തിയേക്കാം. എനിക്ക് സാറിനോട് അത്രയ്ക്ക് നന്ദിയുണ്ട്. എന്താണെന്നോ, എന്റെ കാശിൽ സാറിന് കണ്ണില്ലാത്തതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ സാറ് മുൻകൈ എടുക്കുന്നു. ഈ വേൾഡ് മുഴുവൻ എനിക്ക് സുഹൃത്വലയങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായി. ഇതത്ര പെട്ടെന്നുണ്ടായതല്ല. ആത്മധൈര്യം, സ്വാധീന ശക്തി, മെഡിറ്റേഷൻ. എന്ത് വേണം? മിസ്റ്റർ രാജേന്ദ്രൻ. അതെ. എന്താ ഇത്? പ്ലീസ് സ്മെൽ ഇറ്റ്. എന്താ ഇത്? ക്ലോറോഫോം. ക്ലോറോ
നമുക്കിവന്റെ പണം ഈക്വലായി ഡിവൈഡ് ചെയ്യാമെന്ന് ദാമു അണ്ണനോട് ചൊല്ലി ഇരളപ്പാ. വലിയപ്പ, இதுதான் இருளப்பா ஸ்டைல். വരട്ടെ. ഹായ്. അയ്യോ, അപ്പോൾ അവർ കൊണ്ടുപോയത് തുണിപ്പെട്ടിയായിരുന്നോ? മുങ്ങിക്കളയാം. അവിടെ നോക്ക്. ഇല്ലേ ആ മേപ്പിലാടൻ അവൻ അതും കൊണ്ട് മുങ്ങി. കമാൺ. ടാക്സി. വല്യച്ഛ, ஏய் மரியாதையா கையில் இருக்கிற பணத்தை கொடுறா. യെസ്, ഞങ്ങൾ ഇപ്പൊ ഒന്നാണ്. അപ്പടിത്താനേ ഇരളപ്പാ. കൊടുടാ. Come on.